നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കേരള സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ കെപ്കോ ഗ്രാമങ്ങൾ പദ്ധതിയുടെ കരിങ്കുന്നം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴയിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പള്ളിച്ചിറ അൽ-നസർ കോളേജിൽ ഇന്റർ കോളേജ് ഹാൻഡ്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. കല്ലൂർക്കാട് പാലക്കുഴിയിൽ 45 ദിവസമായി പാറമട തൊഴിലാളികൾ നടത്തിവരുന്ന സമരത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BMS നേതൃത്വത്തിൽ തൊഴിലാളികൾ ധർണ നടത്തി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. 15ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഷീല സ്റ്റീഫൻ, ലീലമ്മ ജോസ്, MM വർഗീസ്, KMS ഷുക്കൂർ, ജോസഫ് ജോൺ, R ഹരി, ജോർജ് താനിക്കൽ, ഇന്ദു സുധാകരൻ, ഷീജ ജെൻ, സാബിറ ഷെരീം, ബാബു ജോർജ്, ജോസ് മഠത്തിൽ, ഷാജു പോൾ, TS രാജൻ, MM ഹാരിത്, നൈസി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടപെടാൻ കഴിയാത്തവരാണ് അവര്. പല ന്യൂനതകളും കുറവുകളും ഉള്ളവരാണ്. ഉയർത്താനുള്ള വലിയ ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. മറ്റുള്ളവരെ പോലെ അവരെ പരിഗണിച്ച് വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ദൗത്യമാണ് സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഇടുക്കി ജില്ലാ പോലീസ് സൂപ്രണ്ട് ജോർജ് വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെണ്ടമേളത്തിന്റെയും ബാൻഡ്യമേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം പതിനഞ്ചാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. അഡീഷണൽ DPIയും ജനറൽ കൺവീനറുമായ PK സരളാമ്മ പതാക ഉയർത്തി. ഇതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സര പരിപാടികൾക്ക് ആരംഭം കുറിച്ചു. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 7 വേദികളിലായി നിരവധി പ്രതിഭകൾ മാറ്റുരച്ചു. നാടോടി നൃത്തം, ഭരതനാട്യം, നാടൻപാട്ട്, ചിത്രരചന, ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. ശാരീരിക മാനസിക വൈകല്യങ്ങളെ മറികടന്നുള്ള കുട്ടികളുടെ പ്രകടനങ്ങൾ കാണികളിൽ അത്ഭുതമായി. പാലാഴി തീർത്തൊരു പാതിരാകാറ്റിൻ്റെ മർമരത്താ നീ ഉറങ്ങൂ സഖി നീ ഉറങ്ങൂ. തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഓട്ടിസം ബാധിതനായ 6 വയസ്സുകാരൻ ചന്ദ്രകാന്തും എത്തി.
കോട്ടയം ജില്ലയിലെ കാരിക്കോട്ട് ഗ്രാമത്തിലെ സുനിൽ സിജി ദമ്പതികളുടെ മകനാണ് ചന്ദ്രകാന്ത്. 2003 ജൂൺ 4 കോട്ടയം ജില്ലയിലെ കാരിക്കോട് എന്ന ഗ്രാമത്തിൽ സുനിൽ സിജി ദമ്പതികളുടെ പുത്രനായി ജനിച്ച ചന്ദ്രകാന്ത് 6 വയസ്സ് മുതലാണ് കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ആദ്യ കവിത മഴയെക്കുറിച്ചാണ്. ഇന്ന് 9 വയസ്സിനിടയ്ക്ക് 100-ലധികം കവിതകൾ എഴുതി കഴിഞ്ഞു. ധാരാളം ഭാഷകൾ ഇന്ന് ചന്ദ്രകാന്തിന് അറിയാം. തൻ്റെ കവിതകൾക്ക് സംഗീതം നൽകപ്പെട്ടപ്പോൾ ചന്ദ്രകാന്ത് ഏറെ സന്തോഷവാനായി. അവൻ ഇഷ്ടപ്പെട്ട രാഗം ആനന്ദ ഭൈരവിയും സംഗീതജ്ഞൻ ബിഥോവനുമാണ്. ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചന്ദ്രകാന്ത് കാർട്ടൂൺ, കാൽപ്പനിക സിനിമകളും ആസ്വദിക്കുന്നു. ജ്യോതിർഗോളങ്ങളുടെ ഭൗതിക രാസപ്രകൃതികളെ പറ്റിയുള്ള പഠനമാണ് ചന്ദ്രകാന്തിന് ഏറെ ഇഷ്ടം. ഇവൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നാസയും. ചന്ദ്രകാന്ത് സുനില് ഇപ്പോൾ 9.5 വയസ്സായി. വണ്ണപ്പുറം പഞ്ചായത്തിലെ 2012 ജൂൺ മുതൽ നവംബർ വരെയുള്ള തൊഴിൽരഹിത വേതനം ജനുവരി 29, 30, 31 തീയതികളിൽ വിതരണം ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. മുതലക്കോടും ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ 2 ദിവസമായി നടന്നുവന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മുനിസിപ്പൽ കൗൺസിലർ ജോർജ് താന്നിക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ചെറുകിട കച്ചവട മേഖലയിലെ ആഗോള നിക്ഷേപം എന്ന വിഷയത്തിൽ മാരിൽ കൃഷ്ണൻ നായർ, ഡീൻ കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർ ഷാജു പോൾ ആശംസയും ചാക്കോ ജോസഫ് സ്വാഗതവും അജയ് തോമസ് നന്ദിയും പറഞ്ഞു. വാൾമാർട്ടിന്റെ ശക്തിയെ സംബന്ധിച്ചും അവരുടെ വിൽപ്പനയെ സംബന്ധിച്ചും അവരുടെ ലാഭത്തെ സംബന്ധിച്ചും എല്ലാം ഇവിടെ പരാമർശിക്കപ്പെടും. അതുപോലുള്ള കമ്പനികൾ കോടാനുകോടി രൂപയുടെ ലാഭത്തിലാണ് പോകുന്നത്. പക്ഷേ അവർക്കുള്ള ജീവനക്കാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 2 ലക്ഷം ജീവനക്കാരാണ്. 77,000 എന്നാ തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഒരു കണക്ക് ഞാൻ വായിച്ചതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അത്രയും സ്റ്റാളുകളുള്ള അല്ലെങ്കിൽ അത്രയും ഔട്ട്ലെറ്റുകളുള്ള വാൾമാർട്ടിൽ 2 ലക്ഷം ജീവനക്കാരാണ്. പക്ഷേ ആ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ദിവസവേതനക്കാരോ കരാർ ജോലിക്കാരോ ആണ്. സ്ഥിര ജോലിക്കാർ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് അവരുടെ സേവന വേതന അവസ്ഥകളാകട്ടെ വളരെ പരിമിതമാണ്. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ കെപ്കോ ഗ്രാമങ്ങൾ എന്ന പദ്ധതിയുടെ കരിങ്കുന്നം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് കോഴികളെയും കോഴിത്തീറ്റയുടെയും മരുന്നുകളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. KSPDC മാനേജിംഗ് ഡയറക്ടർ അനി എസ് ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാനി ജെന്നി, ബിന്ദു ബിനു, ഏലിക്കുട്ടി മാണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് കുട്ടി കുര്യൻ, ട്രീസ ജോസ്, നിഷ പ്രസാദ്, ജാൻസി ജോസ്, KK തോമസ്, ജേക്കബ് മത്തായി, സെലിൻ ജോസ്, ആൻസി ഷാജി, ബീന പയസ്, ജോജി എടാമ്പുറം, രവി കുട്ടപ്പൻ, റോസമ്മ ബേബി, വെറ്റിനറി സർജൻ ജിജിമോൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. പദ്ധതി പ്രകാരം 4 കോഴിക്കുഞ്ഞുങ്ങളെയും 5 കിലോ തീറ്റയും മരുന്നുമാണ് ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നതെന്ന് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മട്ടത്തിപ്പാറ പറഞ്ഞു. തൊടുപുഴ ഉപാസനയുടെ 28ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാവ്യ കഥാവേദി വാർഷികാഘോഷം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കാവ്യ കഥാവേദി പ്രസിഡന്റ് അപ്പച്ചൻ കലാമന്ദിർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഏറ്റുമാനൂർ കാവ്യവേദി ചെയർമാൻ PP നാരായണൻ സാഹിത്യ രചനയും വർത്തമാന ജാതി വ്യവസ്ഥകളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഇന്ദിര രവീന്ദ്രൻ സ്വാഗതവും കാവ്യ കഥാവേദി സെക്രട്ടറി വിൽസൺ ജോൺ നന്ദിയും പറഞ്ഞു. കലാപരമായും കായികമായുമുള്ള അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പല രീതിയിലുള്ള തൊടുപുഴ ഉപാസനയുടെ 28ാമത് വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഉപാസന ഡയറക്ടർ ഡോക്ടർ ആൽബർട്ട് നമ്പ്യാപറമ്പിൽ CMI അധ്യക്ഷത വഹിച്ചു. സാഹിത്യവും സംസ്കാരവും എന്ന വിഷയത്തിൽ MV ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ഉപാസന സെക്രട്ടറി ജോൺ മുഴുത്തേറ്റ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുകുമാർ അഴിക്കുഴ നന്ദിയും പറഞ്ഞു. തൊടുപുഴയുടെ സാംസ്കാരിക രംഗത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ഓർഗനൈസേഷനാണ്. വർഷങ്ങളായി 28 വർഷങ്ങളായി
സംസ്ഥാന സർക്കാർ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നിന്നും ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, നെഹ്റു യുവകേന്ദ്ര, സ്പോർട്സ് കൌൺസിൽ എന്നിവയുമായി സഹകരിച്ച് നടത്തിയ ദീപശിഖ പ്രയാണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും സ്വാഗത പ്രാസംഗികനുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ലോകം കണ്ടിട്ടുള്ള പെരുമ്പള്ളിച്ചിറ അൽ-അസ്ർ കോളേജിൽ ഇന്റർ കോളേജ് ഹാൻഡ്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 8 ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 5 ടീമുകളുമാണ് മത്സരിക്കുന്നത്. ടൂർണമെന്റ് ചൊവ്വാഴ്ച സമാപിക്കും. മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. തൊടുപുഴ പ്രസ് ക്ലബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് പദ്ധതി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാസവും പെൻഷൻ കൊടുക്കുന്ന ഒരു നിശ്ചിത തുക പെൻഷൻ കൊടുക്കുന്ന ഒരു ദീപകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ CSI ഈസ്റ്റ് കേരള മഹായിടവക സൺഡേ സ്കൂൾ റാലിയും പൊതുസമ്മേളനവും നടത്തി. ഇരുമപ്രമറ്റം MDCMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മഹായിടവക ബിഷപ്പ് റവറന്റ് ഡോക്ടർ KG ദാനിയേൽ ഉദ്ഘാടനം ചെയ്തു. മഹായിടവക സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറന്റ് ജോൺസൺ B. ജോൺസൺ നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളിൽ നിന്നായി 400ഓളം കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് മേലുകാവ് മറ്റത്ത് HRDT സെന്ററിൽ പൊതുസമ്മേളനവും നടത്തി. കല്ലൂർക്കാട് പാലക്കുടിയിൽ 45 ദിവസമായി പാറമട തൊഴിലാളികൾ നടത്തിവരുന്ന സമരത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BMS നേതൃത്വത്തിൽ തൊഴിലാളികൾ ധർണ നടത്തി. പാലക്കുടി നടന്ന ധർണ BMS ജില്ലാ വൈസ് പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി VC ബാബു, പ്രസിഡന്റ് MS അജേഷ്, സെക്രട്ടറി ES രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് നാഗപ്പുഴ, വൈസ് പ്രസിഡന്റ് രാജൻ പള്ളിപ്പാട്ട്, സെക്രട്ടറി PK അരുൺ എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളിയെ പോലെ തന്നെ അവരുടെ ഒപ്പം തന്നെ ഉണ്ടൊടങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ പാറമടയുടെ ഉപയോഗങ്ങൾ അവിടെ നിന്ന് പൊട്ടിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കി ആ തൊഴിലാളിക്ക് കൊടുത്തിരുന്ന ഒരു വീതം കൂടുതലായി അദ്ദേഹം. എള്ളുംപുറം മലയേറിയ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എള്ളുംപുറം CMS LP സ്കൂളിൽ യുവജനങ്ങൾക്കായി മാസ് യുവജന ശില്പശാല നടത്തി. യൂത്ത് കോഓർഡിനേറ്റർ ജോസഫ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് VS സാമുവൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സെമിനാറുകൾക്ക് MS ജോസഫ് IAS, PC ജോൺ IAS എന്നിവർ നേതൃത്വം നൽകി. ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി AS ആൻഡ്രൂസ്, വൈസ് പ്രസിഡന്റ് റവറന്റ് മാമച്ചൻ ഐസക് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ശബരിമല കീഴട ക്ഷേത്രവും ശബരിമല ചൈതന്യ ജീവാംശവുമായ അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കാഴ്ച ശ്രീബലി നടന്നു. ഗജരാജൻ കരിമ്പുണൂർ കാളിദാസനാണ് ശ്രീധർമ്മശാസ്താവിന്റെ തിടം പേറ്റുന്നത്. ജനുവരി 30 ബുധനാഴ്ച 7ാം ഉത്സവത്തോടെ ഉത്സവം സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ജനുവരി 31 രാത്രി 12 ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ കുരുതിക്കുളം ശ്രീദേവി ക്ഷേത്രത്തിൽ ദേശകുരുതി തർപ്പണവും നടക്കും. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം ഭക്ഷ്യധാന്യങ്ങളുടെ 20% എലികൾ തിന്നു തീർക്കുന്ന രേഖകൾ പറയുന്നു. ഈ എലികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യന് ഇനിയും കഴിഞ്ഞിട്ടില്ല. എലികളെ കൊല്ലാൻ കെണിയൊരുക്കി എലികളെ പിടികൂടാറുണ്ട്. എലി അകത്തു കയറിയാൽ മിക്കവാറും സ്വയം അടയുന്ന വാതിലുകളാണ് കെണികൾക്ക്. പുറത്തിറങ്ങാൻ മറ്റു ജീവികളുടെ സഹായം ആവശ്യമായി വരും. ഇതേപോലെ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ആധുനികമായ ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്.